ഇന്ന് ഉച്ചപൂജ കഴിഞ്ഞ് നട തുറന്നപ്പോൾ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ താമരക്കണ്ണനായിട്ടാണ് കേട്ടോ ശ്രീലകത്ത്. നല്ല കൗതുകം തോന്നുന്ന മിടുമിടുക്കനായിട്ടുള്ള കുഞ്ഞിക്കണ്ണൻ. എത്ര സുന്ദരമായ കാഴ്ചയായിരുന്നെന്നോ അത്. കളഭം കൊണ്ട് തീർത്ത താമരയിന്മേൽ കയറി നിന്ന് മന്ദഗസ്റ്റിൽ നിൽക്കാണ് ഭഗവാൻ. ഉണ്ണിയുടെ വലത് കൈയിൽ ഒരു വെണ്ണ ഉരുളയും ഇടത് കൈയിൽ പൊന്നോട കൊള്ളും പിടിച്ചിട്ടുണ്ട് കേട്ടോ. രണ്ട് കാലിലും പൊൻതലകൾ കാണാനുണ്ട്. അരയിലാണെങ്കിലോ ഇന്ന് നല്ല വീതിയുള്ള പൊന്നിൻ കിങ്ങിണി അരഞ്ഞാണാണ് അണിഞ്ഞിരിക്കുന്നത്. യശോദാമ്മ പട്ടുകോണം ഉടുപ്പിക്കാൻ പോകുന്നേ ഉള്ളൂ. ആ തക്കത്തിന് യശോദാമ്മ കാണാതെയാണ് നമ്മുടെ കുറുമ്പനുണ്ണി താമരപ്പൂവിന്മേൽ കയറി നിൽക്കുന്നത്. കഴുത്തിൽ ഒരു മാങ്ങാമാലയും കഴുത്തിനോട് ചേർന്ന് ഒരു വളയം പോലൊരു മാലയും ഉണ്ണിക്ക് യശോദാമ്മ എന്ന് ചാർത്തി കൊടുത്തിട്ടുണ്ട്. മാലകൾക്ക് നടുവിൽ ഒരു ഗോപി തിലകവും ചാർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ കൈവളകൾ, തോൾവളകൾ, ചെവിയിൽ ചെവിപ്പൂക്കൾ, നെറ്റിയിൽ സ്വർണ്ണഗോപി എല്ലാം അണിഞ്ഞ് പുഞ്ചിരി തൂകി നിൽക്കാണ് പൊന്നുണ്ണി. പൊന്നിൻ കിരീടവും അതിനു മുകളിലായി താമരയും തുളസിയും വെളുത്ത നന്ദ്യാർവട്ടവും ഒക്കെ ഇടകലർത്തിയ 3 തിരുമുടി മാലകളും കഴുത്തിൽ മനോഹരമായ 2 ഉണ്ടമാലകളും കണ്ണൻ ഇന്ന് ചാർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നെയ്വിളക്കിന്റെ ശോഭയിൽ ശ്രീലകത്ത് ഭക്തരെ നോക്കി പുഞ്ചിരി തൂകി നിൽക്കാണ് ഗുരുവായൂരപ്പൻ. എത്ര നയന മനോഹരമായ കാഴ്ച ആയിരുന്നെന്നോ അത്. കണ്ണ അനുഗ്രഹിക്കണേ സർവം ഗുരുവായൂർ കണ്ണൻ.